അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടും. എന്ത് കിട്ടും? IPL ഫൈനൽ സ്പോട്ടിലേക്ക് ഞങ്ങൾ എത്തും. ഇങ്ങനെ ഇരുന്നോളി. ഞങ്ങളുടെ ടീമിന്റെ ഫോം, കളിക്കാര് എല്ലാം സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ജയിക്കുന്നതാണ്. ഒരു സൂചനയില്ല. നിങ്ങളെ ഗ്രൗണ്ടിലല്ല കളി. ഈ ഗ്രൗണ്ടില് നമ്മൾ തമ്മിലൊന്ന് മുട്ടീന്ന് അറിയിച്ചേ. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പോരായ്മകൾ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ IPL ഇപ്പൊ 1ാം സ്ഥാനത്തല്ലേ ഫിനിഷ് ചെയ്ത്, ഞങ്ങൾ 2. IPL ഏറ്റവും കൂടുതൽ വട്ടം കപ്പെടുത്തത് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവരാ. 8 വട്ടം. 1ാം സ്ഥാനത്തുള്ളവർക്ക് 5 വട്ടമേ ഉള്ളൂ. ഞങ്ങൾക്കതൊരു വിഷയമല്ല. നിങ്ങൾക്കൊന്നും ആകാൻ പറ്റൂല. PBKS എന്തെങ്കിലും കിട്ടിയാലും ഇവിടെ ജയിച്ചിട്ടില്ലേ? അത് നോക്കണ്ട. PBKS വരെ ഇങ്ങനെയുള്ള ഈ കോയിൻസിഡൻസുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ കൊല്ലങ്ങൾ നിങ്ങൾ കഴിച്ചു കൂട്ടി. നിങ്ങളോ? ഞങ്ങൾക്ക് WP അല്ലെങ്കിൽ ഈ സാല നമ്മുടെ നടക്കൂല. ഞങ്ങൾ കളിക്കും, പെർഫോം ചെയ്യും. പേര് മാറ്റിയ ആൾക്കാരാണ്. ലോഗോ മാറ്റി ഒക്കെ മാറ്റി നോക്കി ഒരു കപ്പ് ഒന്ന് അടിച്ചാൻ വേണ്ടിട്ട്. ഈ കളിയുടെ കപ്പ് കിട്ടാത്തതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ നിങ്ങൾ വെറുതെ ഒക്കെ പേര് മാറ്റി നോക്കി, എന്തൊക്കെ ചെയ്തു നോക്കി. ഞങ്ങൾക്ക് സ്ലോഗനുകൾ മാറ്റിയിട്ടില്ലല്ലോ. നിങ്ങളുടെ ടീമിന് ഒരു അടിത്തറ ഉണ്ടാ. ഞങ്ങൾക്ക് പറഞ്ഞ കിങ്ങാണ് ഞങ്ങൾ അടിത്തറ. നിങ്ങൾക്ക് അങ്ങനെ കാലാകാലം ഞങ്ങളൊപ്പം തന്നെ നിന്നിക്കണെന്ന് പറയാൻ ഒരു കളിക്കാരുണ്ടാ. അതൊക്കെയാണ് അടിത്തറ ഭാഗി നിന്നു. എന്നിട്ട് 18 കൊല്ലം അതൊക്കെ ആയിക്കോട്ടെ. നമ്മുടെ IPL റൺസടിച്ച് വേറെ ആരാ ഉള്ളത്? റണ്ണിന്റെ കണക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നിക്കാന്നല്ല. കപ്പില്ലല്ലോ. കപ്പ് അങ്ങ് WP അല്ലെങ്കിൽ നിങ്ങൾക്കോ? ഞങ്ങളങ്ങനെ ഇങ്ങനത്തെ വീരവാദങ്ങൾ മുഴക്കിക്കാണ്ട് വരുന്നില്ല. നിങ്ങളെ കൊണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ മുഴക്കാത്ത. ഞങ്ങൾ ഈ സീസണിൽ പെർഫോം ചെയ്ത് കാണിച്ചിരുന്നു. 19 പോയിന്റ് അല്ലേ? അല്ല, നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ഒന്നും അല്ലല്ലോ. റേറ്റ് കൂടുതൽ. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കളിച്ചപ്പോ ഞങ്ങൾ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഫസ്റ്റ് കളിച്ച് ഇന്ന സമയത്തെ കളി നമ്മള് കൂട്ടൂല. അത് ഞങ്ങൾ തോൽക്കാറങ്ങനാണ് ചിന്നസ്വാമിയിൽ. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഞങ്ങൾ ജയിച്ചു. നിങ്ങൾക്ക് ഇപ്പൊ എൻസം പോയതോടുകൂടി ബൗളിംഗ് തീരുമാനമായി. പോയി. നിങ്ങൾ എക്സ് ഫാക്ടർ പോയി. ഒരു പോലും ഞങ്ങൾക്ക് അതിനുള്ള പകരക്കാരൊക്കെ ഉണ്ട്. ഒരു പകരക്കാരും നിങ്ങളെ കൊണ്ട് ഇപ്പൊ നിങ്ങളെ ബാറ്റിങ്ങനെ നോക്കാം. സിമ്രാനും ആര്യൊക്കെ അടിച്ചാൽ അടിച്ചില്ലെങ്കിൽ ഇല്ല. പിന്നെ അയ്യര് ഗ്രൗണ്ടിൽ നമുക്ക് കാണാം. ആൾക്കാരൊക്കെ നല്ല അടിയരാവും. ഞങ്ങൾക്ക് ഭയങ്കര ലാസ്റ്റില് കളിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. പ്രധാന കളികൾ വരുമ്പോ സ്റ്റോയിനിസ് ഭയങ്കര ഫോമിലാണ്. അതൊക്കെ പറഞ്ഞോണ്ടിരുന്നോളൂ. ഞങ്ങള് കിങ് എന്ന് പറഞ്ഞാൽ തൊട്ടാ പൊള്ളുന്ന ഫോമിൽ. ഫിൽ സാൾട്ട് പോയിട്ടില്ല. നിങ്ങളത് ഓർത്ത് വെച്ചോളൂ. ഞാൻ ഇംഗ്ലീഷുകാർ പോയിക്കണെന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട. ഫിൽ സാൾട്ട് പോയിട്ടില്ല. ജേക്കബ് ബെത്തല പോയത്. അത് ഞങ്ങൾക്ക് വിഷയമല്ല. പിന്നെ നിങ്ങൾ നോക്കണം, ജിതേഷ് ശർമ്മ ഫോം ആവണില്ലോ എന്നറിയാം. ജാതി അടിയാണ്. അടിച്ച് നിങ്ങൾ പരത്തുന്നില്ല. കഴിഞ്ഞ കളിയിൽ ഇനി പട്ടിദാറിന്റെ പരിക്ക് മാറിയാൽ മൂപ്പരും ഫോമൊക്കെ വരും. അപ്പൊ ഫോം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അത് മാറിയ മൂപ്പരും ഫോമിലാവും. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഹേസൽവുഡ് ഉണ്ട് ബൗളിങ്ങിന്. എല്ലാരും വന്ന് ഞങ്ങൾ ഫുൾ കോൺഫിഡൻസിലാണ്. ഞങ്ങൾ ഇന്ന് എന്താവും പുറത്താവും. അല്ല, പുറത്താവൂല. ഞങ്ങൾ എലിമിനേറ്റർ കളിച്ചാൻ വേണ്ടിട്ട്, അല്ല ക്വാളിഫയർ 2 കളിച്ചാൻ വേണ്ടി പോകും. അത് ഞങ്ങൾക്ക് ആ ബസ്സിന്റെ ആവശ്യമില്ല. നിങ്ങളെ ബസ് കയറിക്കോളില്ലേ.